ചേച്ചി? മുഖാകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ചേച്ചി പേടിച്ചു പോയല്ലേ? പേടിക്കേണ്ട കാര്യങ്ങൾക്ക് പേടിക്കാതിരിക്കാൻ പറ്റുമോ രേണു? ഒന്നും കണ്ടില്ലാന്ന് ഭാവിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? മുരളിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ കാണുന്ന സ്വത്ത് അത്രയും വല്ല അനാഥാലയത്തിനോ അമ്പലത്തിനോ പോയി ചേരും. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എൻ്റെ പേടി. ഇനി വൈദ്യര് വന്ന് നോക്കിയിട്ട് മുരളിക്ക് കുഴപ്പമില്ലെന്ന് പറയുന്നത് വരെ എൻ്റെ ഈ പേടി എന്നെ വിട്ടു പോവില്ല. മോനെ മുരളി, നിനക്ക് എന്താ മോനെ പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇപ്പൊ കുഴപ്പമില്ല അച്ഛാ. മണിക്കുട്ടി വന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വിഷം മുഴുവൻ പുറത്തുപോയി. മഹേഷ് വൈദ്യരെ വിളിച്ചോണ്ട് വരാൻ പോയിരിക്കാം. ഇപ്പൊ വരും. ഒന്ന് വേഗം നോക്കിയടാ. ഇങ്ങോട്ടിരിക്കേ. ആരാ ഈ കയ്യിൽ ഇങ്ങനെ കെട്ടിവെച്ചത്? കടിച്ചെടുത്ത് ആരാ ഇങ്ങനെ കീറി വിട്ടേ? അയ്യോ, അയ്യോ, എന്റെ ദൈവമേ, മുരളിയേട്ടൻ! അയ്യോ, മുരളിയേട്ടാ, മുരളിയേട്ടാ, മുരളിയേട്ട എണീക്ക്. മുരളിയേട്ടൻ ഉറങ്ങാൻ പാടില്ല. എഴുന്നേറ്റിരിക്ക് മുരളിയേട്ടൻ, എഴുന്നേക്ക്. എഴുന്നേറ്റിരിക്കും മുരളിയേട്ടാ. മുരളിയേട്ടാ, മുരളിയേട്ടൻ എണീക്ക്. എഴുന്നേക്ക്. കണ്ണ് തുറന്നിരിക്ക്. വൈദ്യര് പറഞ്ഞതല്ലേ, മുരളിയേട്ടന് ഉറങ്ങാൻ പാടില്ല. എന്തിനാ മുരളിയേട്ടൻ ഉറങ്ങിയേ? വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിലേക്കോ? ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എഴുന്നേക്ക് മുരളിയേട്ടാ. അവിടം വരെ നടന്ന് ഉറക്കമൊക്കെ പോയിക്കോളൂ.
അതും നമ്മുടെ കല്യാണത്തിന് അവൾ കൊടുക്കാൻ വേണ്ടിയാ. നീ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല ശ്വേതേ. അപ്പൊ എങ്ങനെ മുരളിയേട്ടൻ ചെയ്തതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ? പൗർണമി വിളിച്ചപ്പോ മുരളിയേട്ടൻ ക്ഷീണവും അസുഖമൊക്കെ മാറിയല്ലേ? അതെങ്ങനെ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാക്കി ശ്വേതേ, അവളൊരു പാവോ. നാളെ ശ്വേത ചേച്ചിയുടെയും മുരളിയേട്ടൻ്റെയും കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ശ്വേത ചേച്ചിയുടെ മാത്രമാണ് മുരളിയേട്ടൻ. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഈ സമയത്ത് നിങ്ങളുടെ കല്യാണത്തിന് ഉടുത്ത് നിൽക്കാൻ എനിക്കൊരു സാരി എടുത്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അവൾ എന്നോട് ചോദിച്ചാൽ അത് എടുത്തു കൊടുക്കുന്ന ഒരു തെറ്റാണോ ശ്വേതേ? ഞാൻ ചോദിച്ചപ്പോ കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് കൊള്ളാലോ. പൗർണമിയുടെ കാര്യത്തിൽ മുരളിയേട്ടന് ഓരോ പ്രാവശ്യം ഓരോ കാരണങ്ങളുണ്ടാവും പറയാൻ. സത്യത്തിൽ ഞാനൊരു വിഡ്ഢിയ മുരളിയേട്ട. എന്നെയോ എന്റെ ആഗ്രഹങ്ങളെയോ വിലവെക്കാതെയല്ലേ അവളെയും കൊണ്ട് മുരളിയേട്ടൻ ഇങ്ങോട്ട് വന്നത്. ശ്വേതേ, ഞാനിവിടെ എന്ത് പറയാനാ? എന്തു പറ്റി മോളെ? ഇത് കടയല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ചിറ്റേ, അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ. എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് വിളിയും വിളിച്ചോണ്ട് പോകാൻ നോക്കും. ഇവള് ഭയങ്കര സാധനാണല്ലോടി. അയാള് കെട്ടാൻ പോകുന്നത് ഇവളെയാണത്രേ. അതോടെ അയാളുടെ ഗതികേടും തുടങ്ങും. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോ ഇവൾ അയാളായിട്ട് പമ്പരം കറക്കും. എന്തൊരു അഹങ്കാരിയാണെന്ന് കണ്ടില്ലേ? എന്തൊക്കെയാ അവള് വിളിച്ചു പറയുന്നത്? എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. ഗതിയില്ലാതെ തുണിക്കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് വന്ന് നിൽക്കുന്നവളും എന്നെ പറ്റി പറയുന്നുടി. എന്താ ശ്വേതേ? എന്താ ഈ കാണിക്കുന്നത്? ബിഹേവ് യുവർസെൽഫ്. അതെങ്ങനെ മുരളിയേട്ടാ? അവൾ എന്നെ പറ്റി തോന്നിയാസം പറയുമ്പോ അത് കയ്യം കെട്ടി ഞാൻ നോക്കി നിക്കണമെന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ നിനക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടാം. അല്ലാതെ ഇങ്ങനെ അവരെ അടിക്കുകയാണോ ചെയ്യണ്ടേ? സത്യം പറഞ്ഞ ഇത് മുരളിയേട്ടനായിരുന്നു ചോദിക്കേണ്ടത്. അത് ചെയ്യാതെ ഇപ്പൊ എന്നെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനാ? ഇവരെന്തിനാ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാ എന്റെ സ്റ്റാഫിനെ അടിച്ചത്? സാർ ദയവായി ക്ഷമിക്കണം പ്ലീസ്, എനിക്ക് വേണ്ടി. നോക്ക് ശ്വേതേ, എന്ത് കാരണം കൊണ്ടാണെങ്കിലും നീ അവളെ അടിച്ചത് തെറ്റാണ്. കുടുംബത്തെ പുലർത്താൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നവരവര്. അങ്ങനെയുള്ള ഒരു വേലക്കാരെന്ന് വിളിച്ച് അവരെ അപമാനിച്ചത് എന്തിനാ? നിന്നെയൊക്കെ വളർത്തിയതിന്റെ കുഴപ്പമായത്. ഇപ്പൊ നീ ചെയ്ത തെറ്റിന് ആ പെൺകുട്ടിയോട് ക്ഷമ ചോദിക്കും. ഇപ്പൊ നീ ഈ കുട്ടിയോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. ചോദിക്കേ. ശ്വേതേ, സോറി പറയേ. ശ്വേതേ, സോറി. ചിറ്റേ, ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. എല്ലാരും പോവാൻ നോക്ക്. നിങ്ങൾ ക്ഷമിക്കണം, ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ഈ സാരിയും ആ സാരിയും കൂടെ ഒന്ന് ബില്ല് ചെയ്തേരെ വേഗം. ഓക്കെ സർ. നീലേച്ചി തിരക്കിട്ട് പുറപ്പെട്ട കാരണം ഒരു പ്രധാനപ്പെട്ട ആഭരണം എടുക്കാൻ മറന്നു അത്രേ. അത് ഉടനെ എടുത്തുകൊണ്ട് വരുവും വേണം. നീയും നീ കാറിൽ പോയിട്ട് അതൊന്ന് എടുത്തിട്ട് വരുമോ മോളെ? അല്ല മോനെ, മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി ഇവിടെ എവിടെയെങ്കിലും കാണും. എന്റെ കൂടെ തന്നെ കാറിൽ വന്നേ. നിങ്ങൾ ചെല്ല്, ഞാൻ വിളിച്ചോണ്ട് വരാം. താലിദാനത്തിന് എന്റെ അനിയന്റെ മകൾ ശ്വേതയെ എന്റെ മകൻ മുരളീകൃഷ്ണൻ താലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു.